രാജ്ഭവനുമായി ബന്ധപ്പെട്ട ഭാരതാംബ വിവാദത്തിൽ മന്ത്രി പി പ്രസാദിന്റെ നിലപാടിനെ പ്രശംസിച്ച് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ഭാരതാംബ വിവാദത്തിൽ സിപിഎമ്മും ഉറച്ച നിലപാട് തന്നെയാണ് കൈക്കൊണ്ടിരിക്കുന്നതെന്നും അത് ഗവർണറുടെയും രാജ്ഭവന്റെയും സമീപനത്തിന് എതിരാണെന്നും എം വി ഗോവിന്ദൻ വ്യക്തമാക്കി. ഈ വിഷയത്തിൽ സിപിഐ കുറെ കൂടി ശക്തമായ നിലപാടെടുത്തു. സിപിഎം ദുർബലപ്പെട്ടു എന്ന വിമർശനം ഉയർന്നതിന് പിന്നാലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി വിരുദ്ധ സർക്കാരുകളുടെ എല്ലാ സംസ്ഥാനങ്ങളിലും വർഗീയവൽക്കരണത്തിന്റെ ഉപകരണങ്ങളായി ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗവർണറുടെ ആസ്ഥാനമായ രാജ്ഭവൻ നിയമസഭ പോലെ സെക്രട്ടേറിയറ്റ് പോലെ ഒരു പൊതു ഇടമാണ്. അത്തരമൊരു പൊതുയിടത്തിൽ വർഗീയത പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു അടയാളവും ഔദ്യോഗിക അടയാളം പോലെ ഉപയോഗിക്കാൻ പാടില്ല. അത് അസംബന്ധമാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം രാജ്ഭവനിലെ പരിസ്ഥിതി ദിനാചരണ വേദിയിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിനെ തുടർന്ന് കൃഷിമന്ത്രി പി പ്രസാദ് ചടങ്ങ് ബഹിഷ്കരിച്ചിരുന്നു. ഭാരതാംബയുടെ ചിത്രത്തിന് മുന്നിൽ വിളക്ക് തെളിച്ച് പുഷ്പാർച്ചന നടത്തിയാണ് കഴിഞ്ഞ ദിവസവും രാജ്ഭവനിൽ പരിപാടി നടന്നിരുന്നത്. എന്നാൽ പരിസ്ഥിതി ദിനാചരണം സർക്കാർ പരിപാടി ആയതിനാൽ ചിത്രം മാറ്റണമെന്ന കൃഷിവകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും ഗവർണർ വഴങ്ങിയില്ല. ഇതോടെയാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടെന്ന് മന്ത്രി തീരുമാനിച്ചത്. ആ കൊടിയുടെ മേലെയാണ് ഇനി എല്ലാവരും പുഷ്പാർച്ചന നടത്തേണ്ടതെന്ന് പറഞ്ഞാൽ എന്താ ഉണ്ടാകുക? അസംബന്ധമാണത്. അതിനെയാണ് ഞാൻ ശക്തിയായിട്ട് വിമർശിച്ചത്. അത്തരത്തിൽ അവിടെ പുഷ്പാർച്ചന നടത്തിയിട്ട് മാത്രമേ ഇവിടെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് നടത്താൻ അനുവദിക്കുള്ളൂ എന്ന നിലപാടിനോട് യോജിക്കാതെ പുറത്തു വന്ന് സ്വതന്ത്ര നിലപാട് സ്വീകരിച്ച കൃഷി വകുപ്പ് മന്ത്രി പ്രസാദിനെ അഭിനന്ദിക്കുന്നു എന്ന് ആ യോഗത്തിലാണ് ആദ്യത്തെ ആ പ്രതികരണത്തിലാണ് ഞാൻ പറഞ്ഞത്. അത് അപ്പോ ശരിയാണ്, ഇപ്പോ ശരിയാണ്. ഇപ്പോഴത്തെ വ്യാഖ്യാനങ്ങൾ വരുന്നത് ഈ സർക്കാരിന്റെ അവസാന വർഷമാണ്. ആ ഘട്ടത്തിൽ ഗവർണർ ഏറ്റുമുട്ടലിൽ പോകണ്ട. നിങ്ങൾ വ്യാഖ്യാനിക്കുന്നതിനൊന്നും എനിക്ക് എതിർപ്പില്ല. ഞാൻ ഈ പറഞ്ഞതിന്റെ അകത്ത് എവിടെയാണ് ഒത്തുതീർപ്പുള്ളത്? ഞാനല്ലേ പറഞ്ഞത്. ഈ പറഞ്ഞതിന്റെ അകത്ത് നിങ്ങൾ ഇപ്പോഴും CPM-നെ പറ്റിയോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോ പറ്റി പറയുമ്പോൾ എവിടെയാണ് ഒത്തുതീർപ്പുള്ളത്? ഇത്രയും ക്ലാരിറ്റി ആയിട്ട് വന്നിട്ടില്ല. ക്ലാരിറ്റി ആയില്ലേ? ഇനിയും വിശദീകരിക്കണോ? ക്ലാരിറ്റിയോടെ വിശദീകരിക്കുന്നതിൽ എനിക്ക് യാതൊരു പ്രയാസമില്ല. അതുകൊണ്ട് വളരെയും വിശദീകരിക്കാം. ഞങ്ങൾ കൃത്യമായ ധാരണയോടുകൂടിയാണ് പറഞ്ഞത്. പറഞ്ഞത് രാജ്ഭവൻ ഒരു RSS കേന്ദ്രമാക്കി ഉപയോഗിച്ച് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വർഗീയവൽക്കരണത്തിന്റെ ഭാഗമാക്കി ഉപയോഗിക്കാൻ പാടില്ല. പിൻവലിക്കണം, ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നൊരു ആവശ്യം ഈ ഘട്ടത്തിൽ CPM മുന്നോട്ട് വയ്ക്കാൻ അത് ഈ ഘട്ടത്തിൽ വെക്കുന്നതല്ല. അത് ഒരു ഘട്ടത്തിൽ വിളിച്ചാൽ മാത്രം ഒരു ഗവർണർ മാത്രമായിട്ട് പിൻവലിക്കാനൊന്നും സാധിക്കുന്നതല്ല. ഭരണഘടനാപരമായ രീതിയിലുള്ള വലിയ മാറ്റം വേണം. എന്നാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇപ്പോഴും ആ ഒരു മുദ്രാവാക്യം വെച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഞങ്ങളെ പണ്ടേ വെച്ചിട്ടുള്ള മുദ്രാവാക്യമാണ്, ഇനിയും വെക്കാൻ സാധിക്കുന്ന മുദ്രാവാക്യം തന്നെയാണ്. ഇതിന് ഞങ്ങൾക്ക് തർക്കമുള്ള ഒരു തർക്കവുമില്ല. നിലമ്പൂർ ഡൽഹി പോയി വന്ന ശേഷം കണ്ടപ്പോൾ നിലമ്പൂർ കുറച്ചും കൂടി ഒന്നും ശക്തിയായിട്ട് അനുകൂലമായി മാറിയിരിക്കുകയാണ്. UDF-ന് ഒന്നും പറയാനില്ല. അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. വികസനത്തെ പറ്റിയായിരുന്നു കഴിഞ്ഞ എല്ലാ തെരഞ്ഞെടുപ്പിലൊക്കെ അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം വീന്ന് വേണ്ടിയില്ല. മുണ്ടിയ അപകടമാകുന്ന അവർക്ക് മനസ്സിലാവാം. അതുകൊണ്ട് അതില്ല. സിൽവർ ലൈനെ പറ്റി അവർ മിണ്ടുന്നില്ല.